ഹായ് പ്രൈസ് ലോർഡ്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ അവിടെ ഒരു മരണം ഉണ്ടായി. ഞങ്ങൾക്ക് വീടിനടുത്ത് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്. ആൾ ആത്മഹത്യ ചെയ്തു. പിന്നെ അതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളല്പം മാനസികമായിട്ടൊക്കെ ഒത്തിരി തകർന്നു പോയായിരുന്നു. ഈ ആത്മഹത്യയൊക്കെ ചെയ്യുന്നതിന് ഏകദേശം ഒരു വർഷം മുമ്പ് ഇദ്ദേഹം ലൈഫിൽ അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തിൽ എന്തോ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് ഭാര്യയായിട്ടൊക്കെ ഇച്ചിരി പിണങ്ങി അകന്ന് കഴിയുമായിരുന്നു. പുള്ളിയുടെ മദ്യപാനം കാരണം വൈഫും കുഞ്ഞുങ്ങളെല്ലാം പിണങ്ങിപ്പോയി. ഏകദേശം ഒരു വർഷം മുമ്പ് പിണങ്ങിപ്പോയി. അങ്ങനെ അദ്ദേഹം കൂട്ടൊക്കെ കൂടി ഒത്തിരി കമ്പനിയൊക്കെ കൂടി അങ്ങനെ ഏകദേശം ജീവിതം തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന സമയത്താണ് എൻ്റെ ഫാദറും അമ്മയും ഈ മനുഷ്യനെ കാണുന്നത്. ഞങ്ങളുടെ വീടിന് അടുത്തുള്ള ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ്. അപ്പോൾ യാതൊരു പ്രതീക്ഷയില്ലാത്തതുകൊണ്ട് പുള്ളി ഭയങ്കരമായിട്ട് മദ്യപാനം സ്റ്റാർട്ട് ചെയ്തു. വൈഫെല്ലാം ഇനി വരുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. അതിനു മുമ്പ് ഒരു തവണ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു, പക്ഷെ അത് ഫെയിലായിപ്പോയി. എങ്കിലും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഫാദറും എൻ്റെ മദറും ഈ മനുഷ്യനോട് സംസാരിച്ചു, സുവിശേഷം പറഞ്ഞു, അദ്ദേഹത്തെ വ്യക്തിപരമായി പോയി കണ്ടു, സംസാരിച്ചു. പക്ഷേ ഈ മനുഷ്യൻ വേറൊരു വിശ്വാസത്തിൽ ജീവിക്കുന്ന ആളാണ്. മതപരമായി ക്രിസ്ത്യനല്ല, വേറൊരു വിശ്വാസത്തിൽ സമുദായത്തിൽ തുടരുന്ന ഒരാളാണ്. പക്ഷേ പുള്ളിയുടെ ലൈഫ് അങ്ങനെ പൊളിഞ്ഞു പോയ സമയത്ത് എങ്ങനെ അത് പരിഹരിക്കണമെന്ന് അറിയാതിരുന്ന സമയത്താണ് അച്ഛനും അമ്മേനെയും കണ്ടുമുട്ടുന്നത്. ഓക്കെ, അങ്ങനെ ആളോട് സുവിശേഷം അവർ പറഞ്ഞ് ബൈബിളൊക്കെ കൊടുത്തു. ഒരിക്കൽ വന്ന് ചർച്ചിൽ വന്നു, ഞങ്ങളുടെ പാസ്റ്ററുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം ഒത്തിരി കരഞ്ഞു. പുള്ളിയുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളെല്ലാം ദേവദാസൻ ആ മനുഷ്യനോട് സംസാരിച്ചു. ഒരുപാട് അദ്ദേഹം കരഞ്ഞ് എൻ്റെ ജീവിതം എനിക്ക് തിരിച്ചു വേണം, ഭാര്യയും കുഞ്ഞുങ്ങളെയൊക്കെ എനിക്ക് തിരിച്ചു വേണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഞങ്ങളുടെ പാസ്റ്ററുമായിട്ട് ഒത്തിരി സംസാരിച്ച് കരഞ്ഞ് പിന്നെ അവസാനം ഞങ്ങളുടെ പാസ്റ്റർ പ്രാർത്ഥിച്ച് അദ്ദേഹം ഏകദേശം ഒരു ആശ്വാസത്തിലൂടെ അങ്ങ് പോയി. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ പ്രെയറെല്ലാം കഴിഞ്ഞിട്ട് ആളുടെ വൈഫെല്ലാം വീണ്ടും വീട്ടിൽ വന്നു. വീണ്ടും ജീവിതം പഴയ പോലെയായി. അദ്ദേഹം കുടിയൊക്കെ കുറച്ചു, മദ്യപാനമൊക്കെ ഒത്തിരി കുറച്ച് പതിയെ അദ്ദേഹത്തിൻ്റെ ലൈഫ് വീണ്ടും തിരിച്ചു വന്നു. പക്ഷേ വീണ്ടും തകർന്നു പോയെന്ന് പറഞ്ഞ ആ ജീവിതം ദൈവം പ്രാർത്ഥനയിലൂടെ മടക്കി കൊടുത്തു. അങ്ങനെ വലിയ കുഴപ്പമില്ലാത്ത രീതി സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോവാം. നമ്മുടെ ഫാദറും മദറും ആളുടെ വൈഫുമായിട്ട് സംസാരിച്ചു, സുവിശേഷം പറഞ്ഞു. ആ ആൻറ്റിയും ഒരു ദിവസം ചർച്ചിൽ വന്നു, ഒരു മീറ്റിംഗ്, ഒരു ഫാസ്റ്റിംഗ് പ്രെയർ അറ്റൻഡ് ചെയ്തു. ലൈഫ് ഏകദേശം ഓക്കെ ആയി. ബട്ട് എവിടെയാണ് പ്രശ്നം? ലൈഫ് ഏകദേശമൊക്കെ രണ്ടുപേരെ ഓക്കെ ആയി. അവരുടെ പ്രശ്നങ്ങളെല്ലാം അവർ പ്രാർത്ഥിച്ചും പറഞ്ഞും പരിഹരിച്ചു. പക്ഷേ അങ്ങനെ മുമ്പോട്ട് പോയി കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവർക്കൊരു ചിന്ത, നമ്മളവരെ പിടിച്ച് പള്ളിയിൽ ചേർക്കുമെന്നൊരു ചിന്ത. കാരണം ഇവർ വേറൊരു മതത്തിൽ, ഒരു സമുദായത്തിൽ, ഒരു സംഘടനയിലൊക്കെ വിശ്വസിക്കുന്നവരാണ്. ആൾക്കാണെങ്കിൽ ചില ഇതിനകത്ത് എന്തോ ഭാരവാഹിത്വമൊക്കെ ഉണ്ട്. പക്ഷേ ആളെ ലൈഫ് തകർന്നു പോയപ്പോൾ പാസ്റ്ററെ കണ്ട് പ്രാർത്ഥിച്ചു, അവരുടെ കുടുംബം വീണ്ടും ഓക്കെ ആയി. പിന്നെ അങ്ങനെ വളരെ വലിയ കുഴപ്പമില്ലാത്ത രീതി സ്മൂത്തായി പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഉള്ളിലൊരു ചിന്ത, ഇനി നമ്മൾ പിടിച്ചവരെ പള്ളിയിൽ ചേർക്കുമോ, നമ്മൾ പിടിച്ചവരെ ഇനി മതത്തിൽ നിന്നൊക്കെ മാറ്റുമോ, അങ്ങനെയൊക്കെ ഒരു ചിന്ത അവർക്കുണ്ടായി. ആളുടെ വൈഫിനാണെങ്കിൽ ഇങ്ങനെ മീറ്റിങ്ങുകൾക്കൊക്കെ വരാൻ ചെറിയൊരു മടി. കാരണം അവരുടെ ബന്ധുക്കളെല്ലാം വേറൊരു വിശ്വാസത്തിലാണ്. അപ്പം ഞങ്ങളിങ്ങനെ ഒരു ക്രിസ്ത്യൻ പശ്ചാത്തലത്തിലോട്ട് പോയാൽ മറ്റുള്ളവരെന്നാ വിചാരിക്കുന്നു ഭയങ്കരമായിട്ട് അവരെ ആ ഒരു ചിന്തയിലോട്ട് പോയി. ശരിക്കും പറഞ്ഞാൽ പ്രിയപ്പെട്ടവർ, ഞാനൊരു കാര്യം പറയാം, അങ്ങനെ യഥാർത്ഥമായിട്ട് അവർക്കൊരു ദുരഭിമാനം ഉണ്ടായി. മറ്റുള്ളവരെന്നാ വിചാരിക്കും, നമ്മൾ ഈ പെന്തക്കോസ്തുകാരുടെ അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ ഈ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ, നമ്മുടെ ബന്ധുക്കാർ,
നമ്മളെ ഒറ്റപ്പെടുത്തും, നമ്മളെ കളിയാക്കും. പക്ഷേ തകർന്നു പോയ, മദ്യപാനത്തിലൂടെ തകർന്നു പോയൊരു ലൈഫ് ദൈവം തിരിച്ചു തന്നു എന്നൊരു തിരിച്ചറിവ് അവർക്കില്ലാതെ പോയി. ബട്ട് ആ ഒരു ദുരഭിമാനം കാരണം പിന്നെ ഇവർ ഒരു പ്രേയറിന് വിളിച്ചാൽ വരത്തില്ല, അല്ലെങ്കിൽ നമ്മളെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഫാദറിനെയും മദറിനെയും കാണുമ്പോൾ സുവിശേഷപരമായി അവർ സംസാരിക്കുമ്പോൾ അതിനോട് ഭയങ്കരമായിട്ട് എന്താ പറയുന്ന ഒരു ഭയങ്കര ഒരു അകൽച്ച, ഒരു മടുപ്പ് അങ്ങനെയൊക്കെ കാണിക്കുന്നു. സോ നമ്മൾ പിന്നെ ആരെയും ഫോഴ്സ് ചെയ്യാൻ പാടില്ല. ഒരു കാര്യവും നമ്മൾ നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കാൻ പറ്റത്തില്ല. പണ്ടാരണ്ടോ പറഞ്ഞ പോലെ ഈ ഉന്തി മരം കയറ്റിയ നെഞ്ചൊരയെന്ന് പറഞ്ഞ പോലെ ഇവർ ഒക്കെ നമ്മുടെ അച്ഛനും അമ്മയും പിന്നെ ഇവർക്ക് വേണ്ടി ജസ്റ്റ് പ്രാർത്ഥിക്കും. ഇവരോട് പിന്നെ സുവിശേഷമായി ബന്ധപ്പെട്ട് ഒന്നും പറയാൻ പോകത്തില്ല. കാരണം അവർക്ക് അവരുടെ മതവും അവരുടെ മറ്റുള്ളവരെ എന്ത് വിചാരിക്കും എന്നുള്ള ചിന്തയും കാരണം ഇവർക്ക് പിന്നെ വിശ്വാസത്തിൽ തുടരാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, എന്തു പറ്റി? അന്ന് മുതൽ ഇങ്ങോട്ട് പതിയെ കാര്യങ്ങൾ വീണ്ടും വഷളാകാൻ തുടങ്ങി. പ്രേയറിന് വരാൻ ഒരു മടി കാണിച്ച അവരുടെ ലൈഫ് പിന്നെയും ഏകദേശം ആൾ വീണ്ടും പതിയെ കൂട്ടുകെട്ടിലോട്ട് വീണു തുടങ്ങി. ചില പ്രശ്നങ്ങൾ അവിടെ ഇവിടെയായിട്ട് തലപൊക്കി. അവരുടെ ലൈഫിൽ വീണ്ടും പ്രശ്നമുണ്ടായി. കഴിഞ്ഞ ദിവസം ആൾ മദ്യത്തിനകത്ത് വിഷം ചേർത്ത് ആത്മഹത്യ ചെയ്ത്. ഒരു ചെറിയ ദുരഭിമാനത്തിൻ്റെ റിസൾട്ടാണ് ആ കുടുംബം ഇന്ന് ഈ അവസ്ഥയിലെത്താൻ കാരണം. ആ ആൻറ്റി ഇപ്പോൾ വിധവയായി. ആ മക്കളിപ്പോൾ അച്ഛനില്ലാത്ത ഒരാളായി. ഞാൻ പറയുന്നതിൻ്റെ കാര്യം, നിങ്ങൾ ഏത് മതത്തിലും വിശ്വസിച്ചോ, നിങ്ങൾ ഏത് സംഘടനയിലും പ്രവർത്തിച്ചോ, പക്ഷെ നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയൊരു തകർച്ച നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിൽ, മനുഷ്യരെ കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്തൊരു വിഷയം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മറ്റുള്ളവരെന്ത് വിചാരിക്കും, എൻ്റെ മതത്തിൽപ്പെട്ടവരെന്ത് വിചാരിക്കും, എൻ്റെ മതപുരോഹിതന്മാരെന്ത് വിചാരിക്കും എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. നമ്മുടെ ഹൃദയം തകർന്നിരിക്കുന്ന സമയത്ത് നമ്മൾ യഥാർത്ഥമായി ദൈവത്തിങ്കിലേക്ക് തിരിയണം. അന്ന് ആ ആൻറ്റിയും ഞാൻ പറഞ്ഞ മരിച്ച ആളും അവരുടെ കുടുംബജീവിതം വീണ്ടും ഏകദേശം സ്മൂത്തായിട്ട് വളരെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവരുടെ ഉള്ളിൽ ഈ ചിന്ത വരുന്നത്, മറ്റുള്ളവരെന്ത് വിചാരിക്കും. അങ്ങനെ വിചാരിച്ച് സഭയിൽ വരാതെ, മീറ്റിങ്ങിന് വരാതെ, സുവിശേഷത്തോട് ദൈവത്തോടൊക്കെ അകന്ന് നിന്ന് അവരുടെ ജീവിതം ഇന്ന് വഴിയാധാരമായി പോയി. ആളുടെ ബോഡി കിട്ടുന്നത് ഏകദേശം 3 ദിവസം കഴിഞ്ഞ് ജീർണിച്ച അവസ്ഥയിലാണ്. ഇതെവിടെ പോയി നിന്നു? ഞാൻ ഇപ്പോൾ ഈ മെസ്സേജ് കാണുന്ന നിങ്ങളോട് ഞാൻ പറയാം, നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും സഹോദര സഹോദരി, നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ അപ്പനോ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ പരിഹരിക്കാൻ കഴിയാത്തൊരു നിലവാരത്തിലാണ് തുടരുന്നതെങ്കിൽ, ഡെഫിനറ്റ്ലി ഞാൻ പറയാം, നിങ്ങൾക്ക് കർത്താവായ യേശുവുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരു അനുഗ്രഹമായി, ഒരു സമാധാനമായിട്ട് ഇറങ്ങി വരാൻ ദൈവത്തിന് കഴിയും. ഏത് തകർന്നവനെയും, ഏത് മുടിഞ്ഞവനെയും, ഏത് കൊലപാതകം ചെയ്തവനെയും രക്ഷിക്കാൻ യേശു കർത്താവുണ്ട്. കുറ്റബോധത്താൽ ആത്മഹത്യ ചെയ്തവരുണ്ട്. സമൂഹത്തെ ഫേസ് ചെയ്യാൻ പറ്റാതെ ആത്മഹത്യ ചെയ്തവരുണ്ട്. ചില കാര്യങ്ങൾ കയ്യിൽ ലഭിക്കാതെ പോയതിൻ്റെ നിരാശയിൽ ആത്മഹത്യ ചെയ്തു പോയവരുണ്ട്. പക്ഷേ ഇവരുടെയൊക്കെ ജീവിതം ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം വരുന്നു. ഇപ്പോൾ നമ്മളിത് നേരിട്ട് കണ്ടൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ ദിവസമായിരുന്നു ആ മനുഷ്യൻ്റെ ശവസംസ്കാരം കഴിഞ്ഞത്. നിങ്ങളേത് മതത്തിലും ആയിക്കൊള്ളട്ടെ, ദുരഭിമാനം കാരണം നിങ്ങളുടെ ജീവിതം തകർന്നു പോകാൻ നിങ്ങൾ സമ്മതിക്കരുത്. ഇപ്പോൾ അദ്ദേഹം മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് ആൾ മിസ്സിങ് ആയിരുന്നെന്ന് പറഞ്ഞ് ആ ആൻറ്റി അച്ഛനെയും അമ്മേനെയും വിളിച്ച്, നിങ്ങൾ വീട്ടിലോട്ട് വരണം, ആളെ കാണുന്നില്ല, ഫോണിലൂടെ സംസാരിച്ചത്. ഒരു കാര്യം പക്ഷേ അന്നേരം എല്ലാം കൈവിട്ടു പോയി. ഒരു കാര്യം വളരെ വഷളാകുന്നതിന് മുമ്പാണ് ദൈവം ഒരാളുടെ മുമ്പിലോട്ട് അയക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന ഏതെങ്കിലും ജീവിത വിഷയത്തിൻ്റെ മുമ്പിൽ
നിങ്ങൾക്കൊരു ദൈവശബ്ദമായിട്ടായിരിക്കാം ഒരു പാസ്റ്ററോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിശ്വാസിയോ മുമ്പിൽ വരുന്നത്. നിങ്ങൾ അന്നേരം അവരെ മാനുഷികമായിട്ട് ഒരിക്കലും വിലയിരുത്തരുത്. അന്നേരം നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അന്നേരം നിങ്ങളുടെ ലൈഫിന്, തകർന്നിരിക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിന് അതിൻ്റെ യഥാർത്ഥമായ സൊല്യൂഷനുമായിട്ടായിരിക്കും, ദൈവത്തിൽ നിന്നുള്ള ശബ്ദവുമായിട്ട് അവർ വരുന്നത്. നിങ്ങളവരെ അവോയ്ഡ് ചെയ്യരുത്. സമൂഹം എന്ത് വിചാരിക്കും എന്നോർത്ത്, മനുഷ്യരെന്ത് വിചാരിക്കുമെന്നോർത്ത്, അപ്പനും അമ്മയും സഹോദരങ്ങളും എന്ത് വിചാരിക്കുമെന്നോർത്ത് ഒരിക്കലും നിങ്ങൾക്ക് ദൈവം തുറന്നു തരുന്ന ആ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ നഷ്ടമാക്കരുത്. അതുകൊണ്ട് നിങ്ങളുടെ ലൈഫ് ഏറ്റവും പ്രഷ്യസ് ആണ്. നിങ്ങളുടെ ലൈഫ് ദൈവത്തിന് ഏറ്റവും വിലയേറിയതാണ്. സോ നിങ്ങളത് മിസ് ചെയ്യരുത്. അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നൊരു ദൈവശബ്ദമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്ന ആളെ കേൾക്കാൻ നിങ്ങൾ മനസ്സ് കാണിക്കണം. ആളുമായിട്ട് നിങ്ങളുടെ ഹൃദയം തുറന്ന് സംസാരിക്കണം. വിശ്വസിക്കാൻ കൊള്ളാമെന്ന് തോന്നുന്ന ഒരു പാസ്റ്ററാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഉറപ്പായിട്ട് നിങ്ങളവരെ അവോയ്ഡ് ചെയ്യരുത്. നിങ്ങൾക്ക് വേണ്ടി ഒരു സൊല്യൂഷൻ തരുവാൻ ദൈവം അയക്കുന്ന ഒരു ശബ്ദമായിരിക്കും അവർ. ഒരു ആശ്വാസം തരാൻ ദൈവം അയക്കുന്നൊരു വ്യക്തിയായിരിക്കും അവർ. സോ ഇപ്പോൾ ആ അനാഥമാക്കപ്പെട്ട കുടുംബത്തെ ഓർത്ത് എനിക്ക് വളരെയധികം വിഷമമുണ്ട്. ഇനി നമുക്കൊന്നും ചെയ്യാനില്ല. കാരണം അവർക്ക് ടൈമുണ്ടായിരുന്നു, ദൈവത്തിന് മുമ്പിൽ നിൽക്കാൻ ടൈമുണ്ടായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ആ മനുഷ്യൻ നഷ്ടപ്പെടത്തില്ലായിരുന്നു. ആ ചേച്ചി, ആ ആൻറ്റി വിധവയാകത്തില്ലായിരുന്നു. ആ മക്കൾ അച്ഛനില്ലാത്തവരാകത്തില്ലായിരുന്നു. സോ നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആളുമായിക്കൊള്ളട്ടെ, കർത്താവിന് നിങ്ങളെ ആവശ്യമുണ്ട്. നിങ്ങളുടെ ഹൃദയം യേശുവിന് വേണ്ടി കൊടുക്കുക. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും. സമാധാനവും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും നൽകുവാൻ ആ കർത്താവിന് കഴിയും. ഗോഡ് ബ്ലസ് യു. ആമേൻ.